ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ക്രാബുക്കാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ കവറൊക്കെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കാണിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സ്ക്രാബുക്ക് മുഴുവനായിട്ട് എങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്ക്രാബുക്ക് ഫൈനലായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു സ്ക്രാബുക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിലുള്ള ബോർഡ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ 15x15 നമ്മൾ ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻറ്ററിലുള്ള പീസ് ഉണ്ടല്ലോ, നടുക്ക് വരുന്ന പീസ്, അത് നമ്മൾ 15x5 കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ബോർഡും കൂടെ വെച്ചിട്ട് നമ്മൾ ബുക്കൊക്കെ പൊതിയൂലേ, അതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് പൊതിയുന്ന പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിപ്പം മുമ്പത്തെ വീഡിയോയിൽ സ്ക്രാബുക്ക് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇതൊന്നിലൊന്നും അത് കാണിക്കാത്തത്. ജസ്റ്റ് നമ്മൾ ബുക്കൊക്കെ പൊതിയുന്ന പോലെ ജസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രാബുക്ക് കവറിങ് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ക്രാബുക്കിൽ എങ്ങനെ പേജസ് വെച്ച് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ സ്ക്രാബുക്കിൽ പേജസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബേസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പേപ്പർ നമുക്ക് കട്ടിയില്ലാത്ത പേപ്പറാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല വെക്കേണ്ടത്. മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ കട്ടിയുള്ള പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഈ സ്ക്രാബുക്കിൻ്റെ അതിൻ്റെ നീളം നോക്കുക. അപ്പോൾ നമ്മൾ ഈ നടുക്കുള്ള പീസ് എടുത്തിട്ടുള്ളത് 15x5 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ആ വീതി നമുക്ക് കിട്ടണം, ആ വീതിയും നീളവും നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5x15 എന്നുള്ള അളവ് നമ്മുടെ മനസ്സിൽ വേണം. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്ക് 1 സെൻറ്റിമീറ്റർ വീതം നമുക്ക് മടക്കി കൊടുക്കണം. നമുക്ക് പേജ് ഒട്ടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് 7 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 7 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 15 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ വീതം ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മടക്കി കൊടുക്കുന്നുണ്ട്, വക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പേപ്പർ ഒട്ടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ 7 സെൻറ്റിമീറ്ററിൻ്റെ പേപ്പർ രണ്ട് സൈഡ് ഓരോ സെൻറ്റിമീറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പരന്ന് നിൽക്കുന്ന ഭാഗം, അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന പേപ്പറാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം നമ്മൾ 5 എടുത്തിട്ടുള്ളത് വീതി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ട അളവ് എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? രണ്ട് സൈഡിലേക്ക് ഓരോ സെൻറ്റിമീറ്റർ നമുക്ക് മടക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുക്കുക. 5 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം രണ്ട് സൈഡും ഓരോ സെൻറ്റിമീറ്റർ മടക്കിയിട്ട് നമ്മൾ ഈ 3 സെൻറ്റിമീറ്റർ നടുക്ക് വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലെങ്ത്ത് നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 15 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 14 സെൻറ്റിമീറ്ററിൽ എടുക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ താഴെ ഒട്ടിച്ച പേപ്പറും ഈ നമ്മൾ നടുക്ക് ഒട്ടിക്കുന്ന പേപ്പറും നല്ല ഡിഫറൻസ് തോന്നിയുകൊണ്ട് നമ്മൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം നീളത്തിലെടുക്കുന്നത്. ഇനി നമ്മൾ ഉള്ളിൽ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടിയിലുള്ളത് 3 വീതി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ചെറുതാവണം, അതിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1.5 നമുക്ക് മടക്കുമ്പോൾ 1.5 നമുക്ക് ആ നടുക്കുള്ള ഭാഗം വരാൻ പറ്റുള്ളൂ. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ബാക്കി ഓരോ സെൻറ്റിമീറ്റർ വീതം രണ്ട് സൈഡിലേക്കും എക്സ്ട്രാ എടുത്തതിന് ശേഷം ആ ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ മടക്കിയിട്ട് നടുക്കുള്ള ആ 1.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിക്കുക. ഇനി നമ്മൾ പേജസാണ് വെക്കുന്നത്. അപ്പോൾ പേജസ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്ക്രാബുക്ക് എത്രയാണോ സെൻറ്റിമീറ്റർ സൈസ് നോക്കുക. ഇപ്പോൾ ഇത് നമ്മൾ 15 എടുത്തിട്ടുള്ളത്. അതിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് അളവെടുത്തിട്ട് വേണം നമ്മൾ ഈ ഉള്ളിലേക്കുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ സെയിം അളവിലെടുത്ത് കഴിഞ്ഞാൽ ഈ സ്ക്രാബുക്കിൻ്റെ ഉള്ളിൽ പേപ്പേഴ്സ് വെക്കുമ്പോൾ നമ്മൾ സ്ക്രാബുക്ക് മടക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും പേപ്പേഴ്സ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അളവെടുക്കുമ്പോൾ അതിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറച്ചതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 14 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 14x14 നമ്മൾ 2 പേജ് വരുന്ന രീതിയിൽ നമ്മൾ നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ മടക്കി ഒട്ടിക്കണം, പോക്കറ്റ് വരുന്ന രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ നീളം എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററുമാണ്. എന്നിട്ട് നമ്മൾ നടുക്ക് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 28 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കുന്നത്. ടോട്ടൽ നമുക്ക് 29 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഈ ഒരു പേജിന് വേണ്ടത്. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ജസ്റ്റ് സ്കോർ ചെയ്തിട്ട് വക്കൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കേണ്ട രീതിയിൽ വെക്കുക. ബാക്കി നമുക്ക് വരുന്നത് 14 സെൻറ്റിമീറ്ററാണ് നമ്മുടെ പേജ്. അപ്പോൾ 2x14 എന്നെടുത്തിട്ട് നടുക്കൊന്ന് സ്കോർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പോക്കറ്റ് പോലെ കിട്ടും. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ആ പോക്കറ്റ് പോലെ കിട്ടിയാൽ അറിയാലോ. അപ്പോൾ നമ്മൾ ഈ നടുക്ക് വെച്ച പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ വക്ക് നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് 14 നമ്മൾ ഇതെടുത്തിട്ടുള്ളത്. നടുക്ക് വെച്ച പേപ്പേഴ്സൊക്കെ 15 എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ നടുക്കുള്ള ആ ബാക്ക്ഗ്രൗണ്ട് പേപ്പർ കവർ ചെയ്യാനാണ് അത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് ജസ്റ്റ് 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ അതിൻ്റെ ആ താഴത്തെ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ വക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പേപ്പർ ഈ പോക്കറ്റ് ഉണ്ടല്ലോ, ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ വക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ,
ഈ സ്ട്രിപ്പിൽ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പോക്കറ്റ് പോലെ നോക്കാം ഇങ്ങനെ നടുക്ക് ഇങ്ങനെ വിടർത്തി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ വരക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ നമ്മൾ ഈ പൊന്തി നിൽക്കുന്ന നമ്മൾ പേപ്പർ വെക്കാൻ വെച്ച ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും, അത് പുറത്തേക്ക് കാണുമൊന്നുമില്ല. എപ്പോഴും സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അളവുകൾ കറക്റ്റ് ആവുക. നമ്മളിപ്പോൾ ഈ അളവിനെ എടുക്കണമെന്ന് വേണ്ട, ഏത് അളവാണെന്നുണ്ടെങ്കിലും ആ സ്ക്രാപ്പ് ബുക്കിൻ്റെ അളവിനേക്കാളും കുറച്ച് 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് നമ്മൾ ഉള്ളിലുള്ള പേജസ്. ഇനി നമ്മൾ പോക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇതിന്. അപ്പോൾ ഈ പോക്കറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ വേണമല്ലോ, നമ്മൾ പോക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കാനൊരു പേപ്പർ വേണമല്ലോ. അപ്പോൾ അതിനേക്കാട്ടിലും 1 സെൻറ്റിമീറ്റർ കുറക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പോക്കറ്റിന് എത്ര സെൻറ്റിമീറ്റർ, ഇപ്പോൾ 14 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ പോക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പോക്കറ്റിൻ്റെ ഉള്ളിൽ വെക്കണം എന്നുണ്ടെങ്കിൽ 13 സെൻറ്റിമീറ്ററിൽ എടുക്കുക. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ആൽബത്തിന് കുറേ ഫോട്ടോസൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ 4 പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫോട്ടോസ് വേണമല്ലോ. അപ്പോൾ അത്രയും ഫോട്ടോസ് കിട്ടാത്തതുകൊണ്ട് 4 പേജസിന് പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. 2 പേജസിന് നമ്മൾ പോക്കറ്റ് കൊടുക്കാണ്ട് ശരിക്കുള്ള ആ ഒരു അളവിലുള്ള പേപ്പർ മാത്രമാണ് വെക്കുന്നത്. അപ്പം നമ്മളിവിടെ ലേസൊക്കെ കൊടുക്കും, പോക്കറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്ന പേപ്പറിൻ്റെ ലേസൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പം നമ്മൾ ലാസ്റ്റ് പേജസ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ കാണിച്ചു തരാം ചെയ്യുമ്പോൾ. കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. കാരണം 2 പേജ് നമ്മൾ പോക്കറ്റ് ഇല്ലാണ്ടാണല്ലോ ചെയ്തത്. പക്ഷേ നമ്മൾ ബുക്ക് നോക്കുമ്പോൾ അവിടെ പോക്കറ്റ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തതെന്ന് അറിയാനും പാടില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആ ഒരു സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻറ്റഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ നമ്മൾ കുറഞ്ഞിട്ടാണ് അളവെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിൽ വെച്ച പേപ്പർ ഉണ്ടല്ലോ, പോക്കറ്റിന് നമ്മൾ ചെയ്ത ആ വൈറ്റ് പേപ്പർ, അപ്പോൾ അതിൻ്റെ വക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അതല്ല സെയിം അളവിൽ ഇപ്പോൾ 14 സെൻറ്റിമീറ്ററാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ പ്രിൻറ്റഡ് പേപ്പർ 14 എടുക്കുന്നെങ്കിൽ നമ്മൾ വക്കൊന്നും കാണാണ്ട് കറക്റ്റായിട്ട് ആ അളവിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ 2 രീതിയിൽ വെക്കാം. അപ്പോൾ പേപ്പറൊക്കെ വെക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്ക്രാപ്പ് ബുക്ക് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ പേപ്പേഴ്സിനും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റഡ് പേപ്പർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേജസിന് നമ്മൾ ഒരു സൈഡേ വെച്ചിട്ടുള്ളൂ, കാരണം അതിന് പോക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ ലേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രാപ്പ് ബുക്കിന് എടുത്ത പേപ്പർ, സ്ക്രാപ്പ് ബുക്ക് ചെയ്യാൻ എടുത്ത പേപ്പറിൽ തന്നെ നമ്മളിങ്ങനെ സ്ട്രിപ്പ് പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ പഞ്ചുണ്ട്. പഞ്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ആ പഞ്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്ട്രിപ്പ് നമ്മൾ പഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 13 സെൻറ്റിമീറ്ററിലാണ് ഈ പേപ്പർ, ഉള്ളിലേക്കുള്ള പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. 13x13 കേട്ടോ. 2 സൈഡും 13 സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൽ നമ്മൾ പ്രിൻറ്റഡ് പേപ്പർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ 13 സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ എടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത സ്ട്രിപ്പ് കാണിച്ചു തന്നില്ലേ, അങ്ങനത്തെ സ്ട്രിപ്പ് നമ്മൾ ഏതാണോ അളവ് നമ്മളെ പേപ്പറിൻ്റെ ആ അളവിൽ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ട്രിപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്ക്രാപ്പ് ബുക്കിനനുസരിച്ചുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ബ്ലാക്ക് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ്. പിന്നെ ഗോൾഡൻ കളർ ഒക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ക്രാപ്പ് ബുക്കിന് എനിക്ക് വൈറ്റാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മളിങ്ങനെ കളേഴ്സ് നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അത് ഇപ്പോൾ പ്ലെയിൻ കളർ എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് പ്രിൻറ്റഡ് പേപ്പർ വെച്ചിട്ടും അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 13 സെൻറ്റിമീറ്ററിൽ ഉള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ ആ സൈസിൽ തന്നെ നമ്മൾ ആ പേപ്പർ പഞ്ച് ചെയ്ത സ്ട്രിപ്പ് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വക്കിൽ കറക്റ്റായിട്ട് ആ ലേസ് ഇങ്ങനെ കറക്റ്റ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വക്ക് കണ്ടോ, നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച ഫ്രണ്ട് ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ എത്ര വലിപ്പത്തിലാണോ 1 ഇഞ്ചിലാണ് നമ്മൾ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ വലിപ്പം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഡിസൈൻ 1/2 ഇഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ആ 1/2 ഇഞ്ച് മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ 1/2 ഇഞ്ച് മാത്രമേ നമുക്ക് കാണിക്കണ്ടുള്ളൂ. ബാക്കിയുള്ള ഒഴിഞ്ഞ് കിടക്കുന്ന ആ ഭാഗം നമുക്ക് കാണിക്കണ്ടല്ലോ. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലായിട്ട് പ്രിൻറ്റഡ് പേപ്പർ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും പേപ്പർ വരും. നമ്മുടെ ഈ ഒരു ലേസിൻ്റെ 2 സൈഡും പേപ്പർ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ലേസ് മാത്രമേ കാണൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ച് എന്നുള്ളത് അറിയൂല. നമ്മൾ സ്ക്രാപ്പ് ബുക്ക് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മളിത് എങ്ങനെയാണ് വെച്ച് കൊടുത്തതെന്ന് അറിയാത്ത രീതിയിലാണ് ഇങ്ങനെ വെക്കുന്നത്. അല്ലാതെ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം അത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേസിൻ്റെ 2 സൈഡിലും പേപ്പർ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാ പേപ്പേഴ്സ് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 4 പേപ്പറിനെ നമ്മളിങ്ങനെ പോക്കറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി 2 പേജ് ഉണ്ടല്ലോ ഒഴിഞ്ഞു കിടക്കുന്ന പേജ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഡയറക്റ്റായിട്ട്
ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ പ്രിൻ്റഡ് പേപ്പർ ഒട്ടിച്ചു, അപ്പോൾ ഇത് നേരെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതിലൊക്കെ പോക്കറ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ നോക്കുക. നമ്മൾ സ്ക്രാപ്പ് ബുക്ക് അടച്ചതിന് ശേഷം ഇതെങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ലാസ്റ്റ് 2 പേജസിന് ഈ 13 സെൻറ്റിമീറ്ററിൻ്റെ ഈ പേപ്പർ ഉണ്ടല്ലോ അത് നമ്മൾ വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ ലാസ്റ്റ് പേജിൽ രണ്ടെണ്ണത്തിലും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഡിഫറൻസ് ഒന്നും ഇപ്പോൾ നോക്കാം, നമ്മൾ മറിക്കുമ്പോൾ ഡിഫറൻസ് ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് 2 പേജ് നമ്മളങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫോട്ടോസാണ്. അപ്പോൾ ഫോട്ടോസിൻ്റെയൊക്കെ താഴെ നമ്മൾ ഗോൾഡൻ ഷീറ്റ് കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി, ഫോട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഗോൾഡൻ ഷീറ്റ് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സ്ക്രാപ്പ് ബുക്കിലേക്ക് ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രാപ്പ് ബുക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഫോട്ടോ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ 13 സെൻറ്റിമീറ്ററിലുള്ള ഉള്ളിൽ വെക്കുന്നുണ്ടല്ലോ പോക്കറ്റ് പോലെ, അതിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ, ഏതാണോ നിങ്ങൾ ഗ്ലൂ ഉപയോഗിക്കുന്നെങ്കിൽ അത് യൂസ് ചെയ്ത് ഒട്ടിക്കുക. ഞാൻ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് നമ്മളൊരു ബോക്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാം, നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറഞ്ഞു തരാം. കാരണം ഒക്കെ കൂടെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ഒരു കീ ചെയിൻ കൂടെ ചെയ്തിട്ടുണ്ട്, റിസൈൻ കീ ചെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ടാഗ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ടാഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം, ടാഗ് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ ടാഗ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പഞ്ചിട്ടാൽ നമ്മൾ ടാഗായി. പക്ഷേ നല്ല നീറ്റായിട്ട് ചെയ്യുക എങ്ങനെയെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു.